ശ്രീ രോഹിൽനാഥ്, ഇപ്പോൾ 2 പഞ്ചായത്തുകളിലായി ഏതാണ്ട് 1000-ഓളം കുടുംബങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനൊരു രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പൊതുവിലുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്? കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? മാഡം, ഇത് ഇന്നലെ സത്യത്തിൽ ഞങ്ങളുടെ പ്രാദേശിക ഭരണകൂടത്തിന് ഉൾപ്പെടെ ഇതിൽ ഇടപെടേണ്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഞങ്ങളുടെ കൈകളിലേക്ക് എത്തിയത്. സ്വാഭാവികമായി ഇത് 10-ാം തീയതി മുതൽ ഈ കുട്ടിയുടെ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ കുട്ടി ആശുപത്രി, അതിനുശേഷം വീണ്ടും ഇവിടെ തന്നെ മറ്റൊരു ആശുപത്രിയിലേക്ക് ആ കുട്ടി വീണ്ടും പോവുകയാണ്. അതിനുശേഷം ആ കുട്ടിയുടെ രോഗലക്ഷണം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു അവസ്ഥ വരികയും കുട്ടിക്ക് ഫിക്സ് വരുന്നതായപ്പോ മറ്റൊരു ആശുപത്രിയിലേക്ക്, പെരിന്തൽമണ്ണയിലെ മൗലാന ഹോസ്പിറ്റലിലേക്ക് സാഹചര്യം ഉണ്ടാവുകയും അതിനുശേഷം പിറ്റേ ദിവസത്തോടു കൂടി ഈ കുട്ടിയുടെ അസുഖം മൂർച്ഛിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് വാർത്തകൾ പുറം ലോകത്തേക്ക് എത്തുന്നുണ്ടാകും. അതിന് മുമ്പെല്ലാം അത് പ്രാദേശികമായിട്ട് ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി ആരോഗ്യ വകുപ്പിന്റെ കാര്യത്തിൽ അവരതിന് വേണ്ട രീതിയിലുള്ള ജാഗ്രതകൾ നടത്തിയിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും ഈ കുട്ടിയെ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം മുതൽ പിന്നീടുള്ള എല്ലാ ഘട്ടങ്ങളിലും രോഗവുമായി ബന്ധപ്പെട്ട പ്രാദേശിക ഭരണകൂടം എന്ന രീതിയിൽ ഞങ്ങൾ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ കുടുംബത്തെ സഹായിക്കുന്നതിനും ഈ രോഗത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഇത് ഏത് രീതിയിലുള്ള രോഗത്തിലേക്ക് പോകുന്നു എന്നത് ഞങ്ങൾ ബോധ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും പ്രാഥമികപരമായി അതിനു വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് രൂപീകരിച്ച് അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത്, പാണ പഞ്ചായത്ത് ഈ വിഷയം അതിഗുരുതരമായ അവസ്ഥയിലേക്ക്, ഈ അസുഖം ഒരുപക്ഷെ ചെള്ളുപനിയാണ് എന്ന് ആദ്യ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് ശേഷം നിപ്പയിലേക്ക് ഒരുപക്ഷെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള സാഹചര്യം കേട്ടപ്പോൾ മുതൽ തന്നെ അതിന് അടിസ്ഥാനപരമായ എല്ലാവിധ ഒരുക്കങ്ങളും ഗ്രാമപഞ്ചായത്ത് ഉടനടി എടുക്കുന്ന ഒരു ഈ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് നടത്തിയ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് രോഹിൽ? തീർച്ചയായിട്ടും നമ്മൾ ഈ വിഷയം അറിഞ്ഞ അപ്പോൾ ഞങ്ങളുടെ ഭരണസമിതിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി, അതിനുശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേർന്നു, ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി യോഗം ചേർന്നു. ശേഷം DMOയും ഉൾപ്പെടെയുള്ള മാതൃകയുള്ളവർ മലപ്പുറത്ത് വന്ന് നടക്കുന്ന ആ യോഗത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുകയും ആ യോഗ നിർദ്ദേശം രാത്രി 10 മണിയോടുകൂടി ഞങ്ങൾക്ക് ഇന്നലെ ലഭിച്ച കേന്ദ്രമായി യോഗം വിളിച്ചു ചേർത്ത് എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കി ജാഗ്രതയോടുകൂടി, ജനങ്ങളുടെ ഭീതി ഒഴിവാക്കി ജാഗ്രതയോടുകൂടി തന്നെ നിയന്ത്രിക്കാൻ വേണ്ട ക്രമങ്ങൾ ഞങ്ങൾ പ്രാദേശിക ഭരണകൂടം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ അനൗൺസ്മെന്റ് ഏർപ്പെടുത്തി മുഴുവൻ ആളുകളിലേക്കും ഇതിന് ഗൗരവം എത്തിക്കുന്ന രീതിയിൽ തന്നെ കട്ടമ്പോളങ്ങൾ അടക്കം എല്ലാം പാലിക്കേണ്ടതായ രീതികൾ, പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കല്യാണങ്ങൾ, 4-5 കല്യാണങ്ങൾ നടക്കുന്ന സാഹചര്യങ്ങൾ, ആ കല്യാണങ്ങളിൽ പോലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കപ്പെട്ട കല്യാണങ്ങളിൽ പോലും സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള രീതിയിലേക്ക് അത് പാലിക്കേണ്ടതായിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം അത് പാലിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ അവിടെ കൊടുക്കുകയും അവിടെ ഒക്കെ അത് പാലിക്കുന്ന നടപടികളൊക്കെ ഉണ്ടായി. അതോടൊപ്പം തന്നെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ റൂട്ട് മാപ്പുകൾ തയ്യാറാക്കി അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇന്നലെ തന്നെ ഗ്രാമപഞ്ചായത്ത് PHCയിൽ കൺട്രോൾ റൂമുകയും 24 മണിക്കൂറും കൺട്രോൾ റൂമുകളിലൂടെ തന്നെ ആംബുലൻസ് സൗകര്യങ്ങൾ ഉൾപ്പെടെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിന് വേണ്ട എല്ലാ രോഗലക്ഷണങ്ങൾ ആർക്കെങ്കിലും കണ്ടാൽ തന്നെ അവർ എങ്ങനെയാണ് ആശുപത്രികളിലേക്ക് എത്തേണ്ടത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ സ്വകാര്യ വാഹനങ്ങളിലായിരിക്കണം. ആരോഗ്യ പ്രവർത്തകരെ നേരത്തെ അറിയിക്കേണ്ടതുണ്ട്, അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്, ഏത് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തണമെന്ന അടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ വ്യാപകമായി നൽകിയിട്ടുണ്ട്. കുറച്ചു മുൻപാണ് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയും ഒക്കെ ചെയ്തത്.